Module 5 Types of Insurance Part 2. First one is life insurance. Life insurance also refers to as life assurance, which provides risk coverage to a life of a person. അപ്പോൾ സാധാരണ നമുക്കറിയാവുന്ന കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു അഷ്വറൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ലൈഫ് ഒരു പേഴ്സണിൻ്റെ ലൈഫിനുണ്ടാകുന്ന റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ലൈഫ് ഇൻഷുറൻസ്. Then the subject matter of insurance is life of human being. ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അതിനെയാണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ആ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫാണ്. Then life insurance contracts can be described as contingent contract because loss of life cannot be compensated and only some assured is paid if the insured dies. അപ്പോൾ ഇതൊരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. ഇവിടെ എന്താണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പൈസ കൊടുത്തിട്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ അഷ്യൂർ ചെയ്ത എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ. ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. Section 2 of Indian Insurance Act 1983 defines life insurance as life insurance business is a business of effecting contracts upon human life. അപ്പോൾ ഹ്യൂമൻ ലൈഫിന് മേലുള്ള ഒരു കോൺട്രാക്റ്റാണ് അല്ലേ. കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്നത്. താഴെ ഒരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. R.S. Sharma. Life insurance contract may be defined whereby the insurer, in consideration of a premium paid either in lump sum or in periodical installments, undertakes to pay an annuity of a certain sum of money either on the death of the insured or on the expiry of a certain number of years. അപ്പോൾ ഇവിടെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺസിഡറേഷൻ പേ ചെയ്തിട്ടാണ് അല്ലേ. ഒരു പ്രീമിയം നമ്മൾ ഇതിനു വേണ്ടി പേ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ലാംസം ഒരുമിച്ചായിരിക്കും. അത് പേ ചെയ്തിട്ട് ആരാണ് പേ ചെയ്യുന്നത്? ഇൻഷേർഡ് ആണ് പേ ചെയ്യുന്നത് അല്ലേ. ആ ഹ്യൂമൻ ബീയിങ്ങിനെ പറയുന്നത് ഇൻഷേർഡ് എന്നാണ്. ഇൻഷുറൻസ് ഒരു ഇൻഷുറർ ആൻഡ് ഇൻഷേർഡ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് അല്ലേ. ഇവിടെ ഇൻഷുറർ എന്ന് പറയുന്നത് ഏത് കമ്പനിയാണോ നമുക്ക് ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഇൻഷുറൻസ് എടുക്കുന്നത് എവിടെ നിന്നാണോ ആ ഒരു പേഴ്സണെയാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷേർഡ് എന്ന് പറയുന്നത് ആരുടെ ലൈഫിന് മേതെയാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഒരു ലാംസം എമൗണ്ട് അല്ലെങ്കിൽ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ഒരു സം പ്രീമിയമായി പേ ചെയ്തതിന് ശേഷം ആരാണ് നമ്മുടെ ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനി ഇൻഷേർഡിന് അയാളുടെ ഡെത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എത്ര ഇയേഴ്സിലേക്കാണോ ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ ഡേറ്റ് എക്സ്പയറി ആകുമ്പോഴോ ആണ് ഈ എമൗണ്ട് പേ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പോളിസിയാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫീച്ചേഴ്സ് ഓർ നേച്ചർ ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ഇസ് എ ലോങ് ടേം കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ് ഹാവിങ് ഓൾ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഇൻഷുർഡും അതുപോലെ ഇൻഷുററും തമ്മിലുള്ള ഒരു വാലിഡ് കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ലോങ് ടേം കോൺട്രാക്റ്റ് ആണ് അല്ലേ. ഒരു പേഴ്സൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതെപ്പോഴും ലോങ് ടേം കോൺട്രാക്റ്റ് ആയിരിക്കും. ദെൻ ബി പോയിൻ്റ് വരുന്നത് the insurance company agrees to pay a sum assured either on the death of the insured or on the maturity of the policy, whichever is earlier. അപ്പോൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ആ പോളിസിയുടെ ഡേറ്റ് എത്ര വരെയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഡേറ്റ് എക്സ്പയറി ആകുമ്പോൾ, അല്ലെങ്കിൽ ആ പേഴ്സണിന് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത്. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ടൈമിലായിരിക്കും ഈ എമൗണ്ട് പേ ചെയ്യുന്നത്. Then third point, the insured is under obligation to pay periodically premium amount till the death of the insured or expiry of the period of the policy, whichever is earlier. അപ്പോൾ ഇവിടെ ഇൻഷേർഡ് അതായത് ആ പേഴ്സൺ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന പേഴ്സൺ
is under an obligation. അയാൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പീരിയോഡിക്കലി ആ പ്രീമിയം എമൗണ്ട് പേ ചെയ്യുക. അതെപ്പോൾ വരെ ആയിരിക്കണം? ഒന്നില്ലെങ്കിൽ അയാളുടെ ഡെത്ത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് വരെ. അതായത് ഇൻഷുറൻസ് പോളിസി എത്ര ടൈമിലേക്കാണോ എടുത്തിരിക്കുന്നത് ആ ഡേറ്റ് എക്സ്പയറി ആകുന്നത് വരെ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ ഇൻഷുർഡ് എമൗണ്ട് പേ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് അഷുറൻസ് ആൻഡ് നോട്ട് ഇൻഡെംനിറ്റി. Therefore, the principle of indemnity is not applicable to life insurance because the loss caused by death cannot be calculated in monetary terms. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണിന് ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ പേഴ്സണിന് എന്തെങ്കിലും ലോസോ ഡാമേജോ വരികയാണെങ്കിൽ ആ ലോസ് വരുന്നതിന് മുൻപ് ആ പേഴ്സൺ ഏതൊരു പൊസിഷനിലായിരുന്നോ അതിലേക്ക് ആ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അത് സാധിക്കില്ല. കാരണം ഒരു പേഴ്സൻ്റെ ഡെത്ത് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡിലോ ആണ് നമ്മൾ ഈ എമൗണ്ട് പേ ചെയ്യുന്നത്. മെയിനായിട്ട് ഡെത്താണ് ഇതിൽ വരുന്ന ആ ഒരു ലൈഫ് ഓഫ് പേഴ്സൺ. അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ, അത് മോണിറ്ററി ടേമിൽ നമുക്ക് മെഷർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ഡസ് നോട്ട് അപ്ലൈ ടു ലൈഫ് ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷനിൽ പറയുന്നത് ഏത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ ഈ പോളിസി ഹോൾഡർക്ക് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും ആ ലോസ് കവർ ചെയ്ത് ആ എമൗണ്ട് റിട്ടേൺ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ലൈഫ് ഇൻഷുറൻസിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ, ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും അല്ല ഈ ഡെത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് വരുന്നത്, in the case of life insurance, insurable interest must be present in a person insured at the time of taking the policy, but it may or may not be present at the time of death of the insured. ആർക്ക് വേണ്ടിയാണോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അവരുടെ ലൈഫിൻ്റെ മേലെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്നുള്ള പോയിന്റ് വരുന്നുള്ളൂ. ഇവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഒരു പേഴ്സണിന് ആ പോളിസി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലൈഫിന് മീതെയുള്ള ഒരു കൺസേൺ ഉണ്ടാവാം. ബട്ട് ഇറ്റ് മേ നോട്ട് ബി പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡെത്തിൻ്റെ ടൈമിൽ അങ്ങനെ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ദെൻ എ പേഴ്സൺ മേ ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഫോർ ഹിസ് own life as well as the lives of his relatives. Then no person can purchase life insurance policy for a third person unless he has financial interest in his life. അപ്പോൾ ഒരാളും ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഈ പറയുന്ന ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവരുടെ ലൈഫിന് മേലെ ഒരു കൺസേൺ ഉണ്ടാവില്ല. ഓൺലി ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പോളിസി ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി എടുക്കുകയുള്ളൂ. അതായത് ഇവർ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബിഗ് എമൗണ്ട് ലോസ് ആവും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് മീതെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഒരു പേഴ്സണ്. ദെൻ an important reason to have insurable interest in life insurance is to avoid possible incentive for murder. Life insurance policy embody a twofold purpose by combining insurance with investment in the form of an endowment feature. That is, the fund is made available upon survival for a stated period. ഇവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് പർപ്പസാണ് ഒരു ലൈഫ് ഇൻഷുറൻസിനുള്ളത്. ഫസ്റ്റ് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവായിട്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റിൽ നമുക്ക് ആ എമൗണ്ട് റിട്ടേൺ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലാണ് അങ്ങനെ വരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻസെൻറ്റീവ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് അവൈലബിൾ അപ്പോൺ സർവൈവൽ ഫോർ എ സ്റ്റേറ്റഡ് പീരിയഡ്. ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നത് എപ്പോഴാണ്? ആ പേഴ്സൺ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ പീരിയഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ, മെച്യൂരിറ്റി പീരിയഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എമൗണ്ട് നമ്മൾക്ക് ഫുള്ളായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ വരുന്നത്. Then life insurance policies are usually issued for long term at a premium fixed in advance, and the insurance company does not retain the right of cancellation. Furthermore, the company cannot change the premium on the way
change the premium on any policies in force. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ലോങ് ടേം പോളിസീസാണ് എന്ന് നമുക്കറിയാം. കാരണം ഒരു പേഴ്സൻ്റെ ലൈഫിന് മീതെയുള്ള ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ലൈഫ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ലോങ് ടേം ആയിട്ടുള്ള പോളിസിയാണ് ഇൻഷുറൻസ് പോളിസി. ദെൻ പ്രീമിയം ഫിക്സഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ പ്രീമിയം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ കമ്പനിക്ക് ആ പ്രീമിയത്തിൽ ചേഞ്ചസ് വരുത്താനോ അതുപോലെ തന്നെ ആ പോളിസി ക്യാൻസൽ ചെയ്യാനോ ഉള്ള റൈറ്റ് ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലൈഫ് ഇൻഷുറൻസ് എക്സ്റ്റെൻഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഡിപ്പെൻഡൻസ് ഓൺ ദ ഇൻഷുർഡ് ഇൻ കേസ് ഓഫ് ഹിസ് ഡെത്ത്. നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഡിപ്പെൻഡൻറ്റ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സപ്പോർട്ടാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ലൈഫ് ഇൻഷുറൻസ് വഴി ഉദ്ദേശിക്കുന്നത്. The peculiar nature of life insurance is that the event insured is sure to happen. Only time of its happening is not known. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ആ ഇവൻറ്റ് ഒക്കറാവും, അതായത് ഡെത്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. Then life insurance covers natural death and death due to accidents. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് നാച്ചുറൽ ഡെത്തിനും അതുപോലെ തന്നെ ആക്സിഡൻ്റലായിട്ട് വരുന്ന ഡെത്തിനും കവറേജ് കൊടുക്കുന്നുണ്ട്, റിസ്ക് കവറേജ് കൊടുക്കുന്നുണ്ട്. ദെൻ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആർ ദ ഓൺലി പോളിസീസ് വിച്ച് ക്യാൻ ബി അസൈൻഡ് ടു അനദർ. The policy holder can nominate at the time of taking the policy or before the policy matures the person to whom the money shall be paid in the event of his death. ലൈഫ് ഇൻഷുറൻസിൽ പോളിസീസിൽ മാത്രമേ പറയുന്നുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പോളിസി ഹോൾഡറിന് നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് ലൈഫ് ഇൻഷുറൻസിൽ മാത്രമേ വരുന്നുള്ളൂ. Then the premium paid on life insurance policies enjoy tax benefit in the form of deduction from total income under section 80C of Income Tax Act 1961. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഇൻഷുറൻസ് പോളിസീസിൽ പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസീസ് എടുത്തിട്ടുള്ള ഒരാൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അവർക്ക് ഈ എമൗണ്ട് പ്രീമിയം ഡിഡക്റ്റ് ചെയ്ത് ബാക്കി എമൗണ്ടിന് ടാക്സ് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.